കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമ വിജയകുമാറും ഭാര്യ മീരയും വീടിനുള്ളിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നു. രണ്ടുപേരെയും മുഖം വെറുതമാക്കിയിട്ടുണ്ട്. രണ്ടുപേരും നഗ്നരായിട്ടാണ് കാണപ്പെട്ടിരിക്കുന്നത്. കോടാലിക്കാണ് വെട്ടിയിരിക്കുന്നത്. വിജയകുമാർ താഴത്തെ നിലയിലെ ആദ്യത്തെ മുറിയിലും മീര ബെഡ്റൂമിലാണ് കൊല്ലപ്പെട്ട് കിടക്കുന്നത്. രക്തം മാറുന്ന രണ്ടുപേരും മരണപ്പെട്ടിരിക്കുന്നു. വീടിൻ്റെ പുറകുവശത്ത് അമ്മിക്കല്ല് ഉപയോഗിച്ച് ഇടിച്ച് തുറന്നിട്ടാണ് ആളകത്ത് കയറിയിരിക്കുന്നത്. രണ്ടുപേരും ധരിച്ചിരിക്കുന്ന സ്വർണ്ണാഭരണം മോഷണം പോയിട്ടില്ല എന്ന് കരുതുന്നു. വീടിനുള്ളിലെ ഏതെങ്കിലും ആഭരണങ്ങളോ മറ്റു സാധനങ്ങളോ മോഷണം പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം വിവരമില്ല. അതിലേക്കൊരു സെർച്ച് നടത്തിയതായിട്ടും ഇപ്പോൾ കാണുന്നില്ല. വീടിനകത്തുള്ള CCTVയുടെ ക്യാമറ ഇപ്പോൾ അതിന് ഉള്ളിലില്ല. ഇന്ന് രാവിലെ 8:15 മണിക്ക് ജോലിക്കാരി വീട്ടിലെത്തിയപ്പോഴാണ് ഇത് കണ്ടത്. അവർ അയൽവക്കത്തുള്ളവരെയും പോലീസിനെയും വിളിച്ചു വരുത്തി. ആൾക്കാരെ ഓടിക്കൂടി. രണ്ടുപേരും മരണപ്പെട്ട് കൊല്ലപ്പെട്ട് കോടാലി കൊണ്ടാണ് വെട്ടിക്കൊന്നിരിക്കുന്നത്. മുഖവും രണ്ടുപേരുടെയും വികൃതമാക്കിയിട്ടുണ്ട്. ഡ്രസ്സുകൾ ധരിച്ചിട്ടില്ല. വീടിൻ്റെ പിന്നിൽ നിന്നും ഒരു കോടാലി കിട്ടിയിട്ടുണ്ട്. ബ്ലഡ് സ്റ്റെയിനുള്ള കോടാലിയാണ്. അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയതെന്ന് കരുതുന്നു. ഈ ഒരു സംഭവം ഇപ്പം കോട്ടയത്ത് വളരെയധികം ആൾക്കാരെ ഞെടുക്കിയിരിക്കുകയാണ്. വിജയകുമാർ പ്രവാസിയായിരുന്നു. ധാരാളം പണം ഉണ്ടാക്കിയിട്ടുണ്ട്. കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം എന്നൊരു ഓഡിറ്റോറിയം പണിതിട്ടുണ്ട്. വലിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്. തിരുവാതിക്കൽ എഴുത്തിക്കൽ ക്ഷേത്രത്തിന് സമീപത്താണ് ആ വലിയ വീട് വെച്ചിരിക്കുന്നത്. ബൃഹത്തായ ഒരു വീടാണ്. ഭാര്യയും ഭർത്താവും മാത്രമാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. ഈ മൃതദേഹത്തിൽ ഉള്ള ആഭരണങ്ങൾ ഉണ്ട് എന്നാണ് കരുതുന്നത്. അതെടുത്തിട്ടില്ല. എന്താണ് പിന്നെ കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്ന് വ്യക്തമല്ല. അധികം സാധനങ്ങൾ അവിടുന്ന് മോഷണം പോയിട്ടുണ്ടോ അതും വ്യക്തമല്ല. വ്യക്തിവൈരാഗ്യമാണോ പ്രധാന കാരണം? ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരാളെ നേരത്തെ അവിടുന്ന് പിരിച്ചുവിട്ടിരുന്നു. അയാൾ മൊബൈൽ ഫോണോ അതുപോലെ ചില പൈസയുടെ മോഷ്ടിച്ചതിനായിരുന്നു. അയാളെ പോലീസ് കേസ് കൊടുത്ത് അയാളെ അറസ്റ്റ് ചെയ്തു. ആ കേസിൽ അയാളെ ശിക്ഷിച്ചു. അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഇതിനകത്ത് അയാൾ സംശയിക്കുന്നുണ്ട്. പക്ഷേ അയാൾ പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ ഉണ്ട് എന്നാണ് കരുതുന്നത്. അയാളെ അവരുടെ മൊബൈൽ മോഷ്ടിച്ച് അയാളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈരാഗ്യത്തിലാണോ കൊന്നതെന്ന് പോലീസ് നോക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അയാൾ എന്തുകൊണ്ട് ഇവരെ കൊന്നിട്ട് പോകുന്നെങ്കിൽ ആ വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ സ്വത്തുക്കൾ എടുത്തില്ല? വൈരാഗ്യമാണോ കാരണം? അത് പോലീസ് ഇനി അന്വേഷിക്കണം. ഇതിനകത്ത് വളരെയധികം പ്രശ്നങ്ങൾ, നൂലാമാലകൾ ഈ കേസിലുണ്ട്. കാരണം 7 വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഏകമകൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരുന്നു. അദ്ദേഹം അവരുടെ റെയിൽവേ ട്രാക്കിനടുത്ത് ഒരു കാറിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ആ കാറിൽ നിന്ന് ഒരു കത്തി കിട്ടിയിട്ടുണ്ട്. അയാളുടെ ശരീരത്തിൽ പല കുത്തുകളുണ്ട്. അത് സ്വയം ഉണ്ടാക്കിയതാണ് എന്ന് പോലീസ് സംശയിച്ചു. അതൊരു സൂയിസൈഡാണ് എന്നൊരു നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് എത്തുകയും ചെയ്തു. അതിനെതിരായി വിജയകുമാറും അതുപോലെ തന്നെ ഭാര്യയും പേരൻസ് ഹൈക്കോടതിയിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു CBI എൻക്വയറിക്ക് ഹൈക്കോടതി ഉത്തരവിട്ടു. അതിനകത്ത് ചില ആൾക്കാർ ആണ് മകനെ കൊല്ലാനുള്ള കാരണം അവരെ സംശയിക്കുന്നുണ്ട്. അതന്വേഷിക്കണം. പക്ഷേ ലോക്കൽ പോലീസും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചും ഇതൊരു സൂയിസൈഡാണ് എന്ന നിഗമനത്തിലെത്തി. അത് സൂയിസൈഡല്ല, അത് സംശയാസ്പദമാണ്. സ്വയം ശരീരത്തിൽ അത്ര മുറിവുകൾ ഉണ്ടാക്കാമോ? അതൊരു സംശയം തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ഹൈക്കോടതി പോയത്. CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും അതിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നു. അവസാനം ഹൈക്കോടതി CBI കേസ് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ഉത്തരവിട്ടിരിക്കണം. ആ കേസന്വേഷണം
നടത്താൻ CBI മുന്നോട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം അവർ CBIയിൽ ഒരു FIR ഇട്ടിരിക്കുന്നു. അതിനുശേഷം വിജയകുമാറും ഭാര്യയും സംശയിക്കുന്ന ആൾക്കാരെ CBI ചോദ്യം ചെയ്ത് അവരെ വിട്ടയച്ചിട്ടുണ്ടോ, അവരെ വിളിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പം വ്യക്തതയില്ല. എന്നാൽ ഒരു മാസം മുമ്പ് CBI ഒരു FIR ഇട്ടിട്ടും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെയായിരിക്കും അവരെ. അതിനകത്ത് സംശയിക്കുന്നവരെയോ സാക്ഷികളെയോ ഒക്കെ വിളിച്ചു വരുത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്താണ് വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും മീരയുടെയും ഈ കൊലപാതകം നടക്കുന്നത്. അതുകൊണ്ട് മകനെ കൊന്നവർ തന്നെയാണോ, അവരിലേക്ക് അന്വേഷണം വരുന്നത് കൊണ്ടാണോ ഈ ഒരു കൊലപാതകം ഉണ്ടായത് എന്ന് സ്വാഭാവികമായിട്ട് തോന്നാം. ഏതായാലും പോലീസിൻ്റെ കയ്യിൽ ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളി, നേരത്തെ ആ വീട്ടിൽ നിന്നയാൾ ഇപ്പം കസ്റ്റഡിയിലുണ്ടെന്ന് പറയുന്നു. അയാളെ സംശയിക്കുന്നുണ്ടാവാം. പക്ഷേ അയാൾക്ക് ഇത്രയും വലിയ ഒരു ക്രൂരകൃത്യം വീണ്ടും ഒറ്റയ്ക്ക് വന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരാളെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ അമ്മിക്കല്ല് കൊണ്ട് പിൻവശം ഇടിച്ച് വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ ചിലപ്പം വിജയകുമാർ എഴുന്നേറ്റിരിക്കാം. അദ്ദേഹത്തിനെ കൊന്ന ശേഷമായിരിക്കണം മീരയെ കൊലപ്പെടുത്തിയത്. മീര ബെഡ്റൂമിലാണ് കിടക്കുന്നത്. വാതിലടച്ചിരുന്ന് കഴിഞ്ഞാൽ വെളിയിൽ നടക്കുന്ന ഒച്ചകളോ ശബ്ദങ്ങളോ അല്ലെങ്കിൽ കൊലപാതകമോ ഒന്നും ചിലപ്പം അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ എന്തുകൊണ്ട് രണ്ടുപേരെ നഗ്നരാക്കി എന്നുള്ള പ്രസക്തമായ ചോദ്യം അവിടെ കിടക്കുന്നു. കൊലപാതകം ചെയ്തിട്ട് പോകാം, പക്ഷേ അവർ കിടന്നുറങ്ങിയത് ആ രീതിയിലാണോ എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും അവരുടെ കഴുത്തിന് മുകളിൽ വെട്ടേറ്റിട്ടുണ്ട്. പക്ഷേ മുഖം വികൃതമായിരിക്കുന്ന വെട്ടുകൊണ്ടാണോ, രണ്ടുപേരെയും മുഖം വികൃതമാക്കിയിട്ടുണ്ട്. അതൊരു വൈരാഗ്യം കൊണ്ട് ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും വലിയ സാമ്പത്തികം ഉണ്ടാക്കിയിട്ടുള്ള വിദേശിയായ വിജയകുമാറിൻ്റെയും ഭാര്യ മീരയുടെയും മരണം കോട്ടയത്തെ നടുക്കിക്കളഞ്ഞു. കാരണം ഇന്ദ്രപ്രസ്ഥ എന്ന ഒരു കല്യാണ മണ്ഡപവും ഓഡിറ്റോറിയമൊക്കെ നടത്തുന്ന ഒരു ഉടമയാണ്. ധാരാളം പണമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് കണ്ടാൽ അറിയാം, അദ്ദേഹത്തിന് നല്ല വരുമാനമുള്ള ആളാണ്. ബൃഹത്തായ ഒരു വീടാണ് വെച്ചിരിക്കുന്നത്. ഉണ്ടായിരുന്ന ഏകമകൻ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതോ സ്വയം സൂയിസൈഡ് ചെയ്തതാണോ, എന്താണ് അവിടെ പ്രശ്നം ഉണ്ടെന്ന് നമുക്കറിയില്ല. 7 വർഷം ഉണ്ടായ ആ ദുരൂഹ മരണത്തിൻ്റെ ബാക്കിപത്രമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 7 വർഷം മുമ്പ് മകനെ കൊല്ലാൻ അല്ലെങ്കിൽ അതിൻ്റെ ആ സാഹചര്യം എന്താണെന്ന് ഹൈക്കോടതിയിൽ വിജയകുമാർ പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിക്ക് അത് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ സംശയം ന്യായമാണ് എന്ന് കണ്ടിട്ടാണ് പോലീസിൻ്റെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതി പോയത്. അതുകൊണ്ട് CBI വന്നിരിക്കുന്നു, അവരെ FIR വിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ കൊലപാതകം അതുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അന്യസംസ്ഥാന തൊഴിലാളിയാണോ ചെയ്തത്? ഏതായാലും ആ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് നോക്കിക്കൊണ്ട് ഇരിക്കുന്നു. കോടാലി വീടിൻ്റെ പിന്നീന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വീടിനകത്തുനിന്ന് എന്തൊക്കെയും മോഷണം പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഇനി പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായ ഒരു അന്വേഷണ നിലവാരത്തിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്.